അങ്ങനെ നമ്മളിപ്പം കാർദുംഗ്ല പാസിൽ എത്തിയിരിക്കുകയാണ്. കാർദുംഗ്ല പാസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റോഡുള്ള സ്ഥലമായിരുന്നു. ഇനി അങ്ങോട്ട് റോഡില്ലാത്ത അവസ്ഥയായിരുന്നു ലോകത്തിൽ തന്നെ. അപ്പോൾ കണ്ട ആൾക്കാരൊക്കെ പിന്നെ ആ കാർദുംഗ്ല പാസിൻ്റെ മറ്റേ ആ ഒരു ഇതിന്മേൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി തിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടാ എല്ലാവരും അവിടെ ബൈക്കും കൊണ്ടൊക്കെ നിന്ന് തിരക്ക് കൂടി നിന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഫോട്ടോ ഒക്കെ എടുക്കണം എന്നുള്ളൊരു ഇത്. അത് രണ്ടും നമ്മുടെ മലയാളീസാണ്. അപ്പോൾ നമ്മളും ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ ബൈക്ക് വെച്ചിട്ട് ഫോട്ടോ എടുക്കുന്നില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ 17,982 ഫീറ്റ് മുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. വൻ ഹൈ റേഞ്ചിലാണ് നിൽക്കുന്നത്. കാരണം കണ്ട കംപ്ലീറ്റ്ലി മഞ്ഞാണ്. ഇവിടെ ഓക്സിജൻ്റെ ഒരു സാന്നിധ്യം എന്ന് പറയുന്നത് 40% മാത്രമേ ഉള്ളൂ നമ്മുടെ പിന്നെ അറ്റ്മോസ്ഫിയറിൽ. അതുകൊണ്ട് തന്നെ നല്ല ഡിഫിക്കൽട്ടി ഉണ്ടാവും ചിലവർ ശ്വാസം വലിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നല്ല ഫേസ് ചെയ്യുന്നുണ്ട് പലരും. ഇങ്ങനെ മറ്റേ ആസ്തമ രോഗികളുമായി ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു സ്വാഭാവികം മാത്രമാണ്. കാരണം 50% താഴെയാണ് ഓക്സിജൻ കിട്ടുന്നുള്ളൂ. പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഉംലിംഗ്ല പാസ് എന്നും പറഞ്ഞിട്ട് വേറൊരു റോഡ് ഇപ്പോൾ സ്റ്റാർട്ടായിട്ടുണ്ട് നമ്മുടെ ചൈനൻ്റെ ബോർഡറിൽ. അവിടേക്ക് നമ്മൾ പോകേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ബൈക്കൊന്നും എടുത്തിട്ടുള്ള ഫോട്ടോസ് കാര്യങ്ങളൊന്നും അവിടെ നമ്മൾ എടുക്കുന്നില്ല. ഉംലിംഗ്ല പാസിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ബൈക്ക് വെച്ചിട്ട് ബൈക്ക് എന്ത് ചെയ്യണം, ഫോട്ടോ എടുക്കണം. അതാണ് അടുത്ത പരിപാടി. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ചായ കുടിക്കും, എന്നിട്ട് മെല്ലെ മൂവ് ആകും ഇവിടുന്ന്. ഏകദേശം ഒരു 40 കിലോമീറ്റർ നമ്മൾ പാസ് ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് 60 കിലോമീറ്റർ നമുക്ക് 160 കിലോമീറ്റർ നമുക്ക് ബാക്കിയാണ്. അപ്പോൾ നമ്മളിതാ ഒരു ചായക്ക് ഒരു കാവ പറഞ്ഞു. കാവ ഇവിടുത്തെ കാവ ഇതാണ്. നമ്മുടെ ഇഞ്ചിയും മറ്റേ എന്താ പറയുക തേനും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടൊരു അടിപൊളി സാധനമാണ്. തൊണ്ടൊക്കെ നല്ല അടിപൊളി, നല്ല സുഖമുണ്ട്. നമ്മുടെ രാജാവത മറ്റേ ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് വാങ്ങിച്ചിട്ടുണ്ട്. 100 രൂപയാണ് ഇൻസ്റ്റൻറ്റ് നൂഡിൽസിന്. ഇതിന് ഒന്നിന് 50 രൂപയാണ്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല എക്സ്പെൻസീവ് ആയിരിക്കും. പക്ഷേ നമ്മളൊന്നും ഇപ്പോൾ ചൂടാവണം. കൈ ഇപ്പം കണ്ട ഗ്ലൗസ് ഇട്ടിട്ട് വരെ നല്ല ഫ്രീസായിട്ട് നിൽക്കുകയാണ്. അതാണ് അവസ്ഥ. അടിപൊളി സാധനം. പാസ് ഇറങ്ങി താഴെ വന്ന ഒരു ചെറിയൊരു വില്ലേജിൽ എത്തി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാജാവ് ഓൾറെഡി അവിടെ നിന്ന് ഒരു നൂഡിൽസ് കഴിച്ചുകൊണ്ട് ഒന്ന് പാർലേജി ബിസ്ക്കറ്റും മറ്റേ കോഫിയാണ് കഴിക്കുന്നത്. അപ്പോൾ ഞാനാണ് എഗ് ഫ്രൈഡ് റൈസ് പറഞ്ഞിട്ടുണ്ട്. എന്താ അവസ്ഥ എന്നല്ല. അത് കണ്ട അടിപൊളി കണ്ട വൻ ഷോ. പട്ടികളൊക്കെ നമ്മൾ വരുന്ന ഓരോ എയർപിന്നിലും പട്ടികളുണ്ടായിരുന്നു. ആ തുപ്പിയാ പാർലേജ് കാർക്ക് വേണമെന്ന്. നല്ല രോമം പട്ടികൾക്ക്, നല്ല ചെമ്മരിയാൻ്റെ രോമം കണ്ട. പട്ടീൻ്റെ ഒരു അവസ്ഥ കണ്ട. എഗ് ഫ്രൈഡ് റൈസ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ കൊള്ളാം. കുറച്ച് ഉപ്പ് കൂടുതലാണ്, എന്നാലും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. കുറച്ച് ഫ്രൈ കൂടിപ്പോയി. നമ്മൾ ഫുഡ് കഴിച്ച കടയുടെ ജസ്റ്റ് ബാക്കിലൊന്ന് വന്ന് നോക്കിയാണ്. അപ്പോൾ കണ്ട കാഴ്ചയാണ് കണ്ടോ, ചെറിയൊരു അരുവി ഇങ്ങനെ ഒഴുകി ഒഴുകി പോകുന്നത്. അരുവിയല്ല, ആ മലയിൽ നിന്നൊക്കെ മഞ്ഞൊരുകിയിടുക. ഇത് മഞ്ഞാണ്, ഇത് ഒരുകുന്നുണ്ട്. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉള്ളതെല്ലാം ഒരുക്കി ഇങ്ങനെ പോവാണ് കേട്ടോ സംഭവം.
പോണത് എങ്ങട്ടാണ് കേട്ടോ. നല്ല തണുപ്പുണ്ടാവും. തൊട്ട് നോക്കട്ടെ വെള്ളം. പൊളി പൊളി. നേരത്തെ ആണെന്നുണ്ടെങ്കിൽ കാർത്തൂങ്കല പാസ് ഇറങ്ങണ സമയത്ത് ഒരു 4-5 കിലോമീറ്റർ രണ്ട് ഗ്ലൗസ് കയ്യിലിട്ടിട്ടുണ്ട്. 2 ഗ്ലൗസ് കയ്യിലിട്ട്. അത് ഒരു ഗ്ലൗസ് എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് പിന്നെ റബ്ബറിൻ്റെ ഗ്ലൗസാണ്. ഒരു ഗ്ലൗസ് നമ്മുടെ മറ്റേ ഇതില്ലേ രോമമൊക്കെ ഉള്ള നല്ല സംഭവം, അതിൻ്റെ ഗ്ലൗസ് ഇട്ടിട്ട് പോലും കൈ മരവിച്ചിട്ട് വേദന. ഈ എൻഡുണ്ടല്ലോ കൈയിൻ്റെ ഇത് നമ്മുടെ തുമ്പ്, കൈൻ്റെ തുമ്പ് മരവിച്ചിട്ട് വേദനിച്ചിട്ട് കരച്ചിൽ വരുന്ന സാഹചര്യം. അതൊരു വല്ലാത്തൊരവസ്ഥയാണ്. ഞാൻ വിചാരിച്ച ആ മരവിപ്പ് ഇവിടുന്ന് തുടങ്ങിയിട്ട് മൊത്തത്തിൽ നമ്മളങ്ങോട്ട് മരവിച്ച് നമ്മൾ ഫ്രീസായി തീരുന്നു വിചാരിച്ചു. അമ്മാതിരി മരവിപ്പായിരുന്നു. നമ്മൾ ഫുഡെല്ലാം കഴിച്ച് ഇങ്ങനെ വരുന്ന വഴിക്കതാ നമ്മുടെ അടുത്ത ബ്ലോക്കിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെയും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. മലയാളിയാണ്. പിന്നെ കണ്ടോ അവിടെ ഫുള്ള് മറ്റേതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, മലേൻ്റെ റോഡിൻ്റെ ഒക്കെ. പക്ഷേ സംഭവം എന്താ വെച്ചാൽ ഒരു അടിപൊളി വ്യൂ ഉണ്ട്. അപ്പം നമ്മൾ ഈ കാണുന്ന നീല എന്ന് പറഞ്ഞാൽ നല്ലൊരു അടിപൊളി തടാകമാണ് കേട്ടോ. നല്ല നീല കളർ വെള്ളമുള്ള നല്ല വെള്ളാരം മണലും അപ്പുറത്തൊക്കെ ഉണ്ട്. അത് മഞ്ഞല്ല, മണൽ തന്നെയാണ്. ഓക്കെ കണ്ടോ, മണലിൻ്റെ ഒരു കുന്നാണ്. പിന്നെ ഇതേ കാണുന്ന ഇതാണ് അടിപൊളി സംഭവം. ഈ വെളുത്ത് കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കണ്ടോ, ഇതെല്ലാം ബിൽഡിങ്സാണ്, വീടുകളാണ്. ഉണ്ടോ ഈ ഗ്രീൻ കാണുന്നത് മരങ്ങളാണ്. അപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നദിയുടെ പേരാണ് ഷയ്യോക്ക് നദി. ഈ നദിക്ക് ഡെത്ത് ഓഫ് റിവർ, അതായത് മരണത്തിൻ്റെ നദി എന്നും കൂടി ഇതിന് പേരുണ്ട് കേട്ടോ. നല്ല അടിപൊളി വാട്ടറാണ്, നല്ല ക്ലിയർ ക്ലാരിറ്റിയുള്ള നല്ല നീല കളർ വെള്ളമാണ് കാണുന്നത്. നല്ലൊരു അടിപൊളി വ്യൂ ആണ് കേട്ടോ.
ഭാഗത്തും നല്ല ഒന്നാന്തരം പർവ്വതങ്ങൾ. നമ്മൾ മുംബ്ര വാലിയിൽ വേറൊരു നല്ലൊരു അടിപൊളി സ്ഥലം കണ്ടപ്പോൾ അങ്ങനെ നിർത്തിയതാണ്. കണ്ടോ, നല്ലൊരു ഒന്നാന്തരം താഴ്വരയാണിത്. ദൂരെ നമ്മുടെ കുതിരകളൊക്കെ ഇങ്ങനെ മേഞ്ഞ് നടക്കുന്നുണ്ട്. സൂം ചെയ്തിട്ട് കാണിച്ചു തരാം. എടാ, കുതിരകൾ ഇങ്ങനെ മേഞ്ഞ് നടക്കാണ്, പുല്ലും കാര്യങ്ങളൊക്കെ തിന്നിട്ട്. അവിടെയുണ്ട് നുബ്ര വാലി എന്നാണ് ഇതിൻ്റെ സ്ഥലം. ഈ സ്ഥലത്തിൻ്റെ പേര് നുബ്ര വാലി. നമുക്കിനി ഏകദേശം ഒരു 90ഓളം കിലോമീറ്റർ ഇനി നമുക്ക് പോകാനുണ്ട്. തുർത്തൂക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ പോകാനുള്ളത്. തുർത്തൂക്ക്. അങ്ങനെ തുർത്തൂക്കിലേക്കുള്ള വഴിയിൽ നമ്മൾ വീണ്ടും ഒരു അടിപൊളി ഒന്നൊന്നര വ്യൂ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഒരു അടിപൊളി കണ്ട എന്താ ഈ ഡെത്ത് വാലി, എന്താണ് ഡെത്ത് റിവർ, അതിൻ്റെ പേരെന്തോ, റിവർ ഓഫ് ഡെത്ത്. അതിന് ശരിക്കുള്ള പേര് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആൾക്കാരൊക്കെ ഫോട്ടോ എടുത്ത് കളിക്കുന്നുണ്ട്. അടിപൊളി റോഡാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഒരു രക്ഷയില്ല. അതുമാത്രമല്ല, കംപ്ലീറ്റ് നല്ല അടിപൊളി വ്യൂ ആണ്. നൈസ് വൈബ്, ഒരു രക്ഷയില്ല. നുബ്ര വാലിയുടെ ഏകദേശം ഒരു ഏരിയ ആയിട്ട് വരും. ഇതൊക്കെ അങ്ങനത്തെ ഒരു താഴ്വാരാണ്, നുബ്ര താഴ്വാരം എന്നൊക്കെ പറയാം. അടിപൊളി വില്ലേജും അടിപൊളി എന്താ പറയുക വ്യൂ ഒക്കെ ഉള്ള സൂപ്പറായിരുന്നു. നമ്മൾ അടുത്ത ചെക്ക് പോസ്റ്റിലെത്തിയിരിക്കുകയാണ്. നമ്മൾ ചെക്ക് പോസ്റ്റിലെത്തി നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം അവിടെ എഴുതി കൊടുത്തു. ഒരു രക്ഷയില്ലാത്ത സ്ഥലം, ഒരു രക്ഷയില്ല. ഞാൻ വണ്ടി ഓടിക്കുന്നതായതുകൊണ്ട് കൂടുതൽ വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ലെന്ന്. പക്ഷേ അസാമാന്യ വഴിയായിരുന്നു. വരുമ്പോൾ നല്ല തടി കൊണ്ടുള്ള തൂക്കുപാലവും അങ്ങനെയൊക്കെ ഭയങ്കര സംഭവമായിരുന്നു. ഇത് കണ്ടോ, ഇതിൻ്റെ അപ്പുറത്ത് കൂടെയാണ് മറ്റേ നദി ഒഴുകുന്നുണ്ട്. കണ്ടോ, ഒരു രക്ഷയുള്ള സ്ഥലം കേട്ടോ. നമ്മൾ പോണത് തുർത്തൂക്കിലേക്കാണ്. നുബ്ര വാലി കഴിഞ്ഞ് നമ്മൾ തുർത്തൂർക്ക് എന്തോ ആണ്. ഓക്കെ.